അധികൃതർ കനിഞ്ഞില്ലെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാകണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചു. തകർന്നടിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന പരുമലപ്പള്ളി പനയന്നാർക്കാവ് റോഡാണ് റെഡ് സ്റ്റാർ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കിയത്. തകർന്നടിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന മാന്നാർ പരുമലപ്പള്ളി പനയന്നാർക്കാവ് റോഡാണ് റെഡ് സ്റ്റാർ കലാ സാംസ്കാരിക വേദി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കിയത്. ഈ റോഡിൽ കലങ്ങിന് സമീപത്തായി വലിയ കുഴികളും വെള്ളക്കെട്ടും ഉണ്ടായതുമൂലം മാസങ്ങളായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. നാട്ടുകാർ പലതവണ റോഡ് താറുമാറായി കിടക്കുന്നത് സംബന്ധിച്ച് അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ജില്ലാ പഞ്ചായത്ത് ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി 11 ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കരാർ ഏറ്റെടുക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. കടപ്ര ഗ്രാമപഞ്ചായത്തും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല. തുടർന്നാണ് അധികൃതരെ ഇനിയും കാത്തിരുന്നാൽ നടുവൊടിയുമെന്ന് മനസ്സിലാക്കി നാട്ടുകാർ തന്നെ സംഘടിച്ച് രംഗത്തെത്തിയത്. മെറ്റൽ പൊടിയും മറ്റും ഉപയോഗിച്ച് താൽക്കാലികമായാണെങ്കിലും വലിയ കുഴികളും വെള്ളക്കെട്ടും ഒഴിവാക്കി റോഡ് നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു. റെഡ് സ്റ്റാർ രക്ഷാധികാരി ഡൊമിനിക് ജോസഫിന്റെ നേതൃത്വത്തിൽ ബേബി കുളത്തിൽ PC ആനന്ദൻ, ജോജി ജോൺ, അജി കെ ജോർജ്, KT സന്തോഷ്, ബിജു മാത്യു, ജെയ്സൺ വി ജോൺ എന്നിവരടങ്ങുന്ന സംഘമാണ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. CDNet ന്യൂസ്, മാന്നാർ.